ഇരു മുന്നണികളിലെയും പല പ്രമുഖരും നിങ്ങളിപ്പോൾ ഒന്നോ രണ്ടോ പേരുകൾ മാത്രമാണ്, നിങ്ങളിപ്പോൾ സുധാകരൻ, ഇ പി ജയരാജൻ തുടങ്ങിയ പേരുകൾ മാത്രമാണ് കേട്ടിട്ടുള്ളത്. ഒരിക്കലും ബി ജെ പിയിൽ ചേരില്ല എന്ന് വിചാരിക്കുന്ന കക്ഷികളുടെ തലവന്മാർ വരെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ജൂൺ 4 ശേഷം കൂട്ടത്തോടെ LDF, UDF മുന്നണികളിലെ പ്രമുഖർ ബി ജെ പിയിൽ ചേരും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വിരൽ ചൂടുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പായിരുന്നു. സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെ ആയിരുന്നു. അല്ല, എല്ലാ തലത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. LDFിലെയും UDFിലെയും അസംതൃപ്തരായിട്ടുള്ള പല ആളുകളും ഇതിനോടകം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ജൂൺ 4 കഴിയുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല പേരുകളും ബി ജെ പിയോടൊപ്പം NDയോടൊപ്പം ചേരുന്ന സ്ഥിതി വരും. ഈ നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത് ലാവ്ലിൻ ഉൾപ്പെടെ കേസുകളൊക്കെ ഒത്തുതീർന്നു. അല്ല, അതൊക്കെ UDF ഇറക്കുന്ന ഒരു സാധനങ്ങളാണ്. ഞങ്ങളിതൊന്നും ആരുടെയും ചർച്ച നടത്തിയ ആളുകളെ കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. UDF കുറച്ച് ദിവസമായിട്ട് ബി ജെ പിയുടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടുള്ള ഇത്തരം ആളുകളെ ഇറക്കുകയാണ് പ്രചാരണം നടത്താൻ. വിശ്വാസ്യതയുള്ള ആരെങ്കിലും പറഞ്ഞാൽ അത് മറുപടി ഞാൻ പറയും. അല്ല, ഈ ചർച്ച നടക്കുന്നതിൽ എന്തെങ്കിലും അങ്ങനെ ഓഫറുകൾ? അല്ലല്ല, ഇതൊക്കെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ്. ഏത് ഘട്ടത്തിലാണ് ഈ ചർച്ച നടത്തുന്നത്? പല ഘട്ടങ്ങളിലായിട്ട് ചർച്ച നടത്തി. ഇനി എങ്ങനെയായിരിക്കും ഇനി തുടർ ചർച്ച? അല്ല, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജൂൺ 4 ശേഷം നിങ്ങൾ അസാധ്യമെന്ന് കരുതുന്ന അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതുന്ന പല കക്ഷികളും പല നേതാക്കളും NDAയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട്. ഈ വയനാട്ടിലെ കിറ്റ് ഇന്നും ചർച്ചയിൽ നിൽക്കുന്നുണ്ട്. ക്വിറ്റ് രാഹുൽ എന്നാണ് വയനാട് പറയുന്നത്. നിങ്ങളപ്പോൾ കിറ്റിനെ പറ്റാണ്. ക്വിറ്റ് രാഹുൽ, അതാണ് വയനാട്ടിലെ ജനങ്ങൾ പറയുന്നത്. ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് ബൈ ബൈ. അതുകൊണ്ട് ക്വിറ്റ് രാഹുലാണ്, ബാക്കിയെല്ലാം വെറും കള്ളപ്രചാരണങ്ങൾ മാത്രം.